നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഓസ്ട്രേലിയ എയും ഇന്ത്യ എയും തമ്മിലുള്ള ഏകദിന പരമ്പരക്കായിട്ട് ഇപ്പോൾ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യ എ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. 3 മത്സരങ്ങളുടെ പരമ്പരയാണ്. 2 സ്ക്വാഡുകളുണ്ട്. ആദ്യ മത്സരത്തിനുള്ള ഒരു സ്ക്വാഡും 2-3 മത്സരങ്ങൾക്ക് മറ്റൊരു സ്ക്വാഡുമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇറാനി കപ്പിനുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ സ്ക്വാഡും BCCI ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇറാനി കപ്പ് ഒക്ടോബർ 1 മുതലാണ് നടക്കുന്നത്. രഞ്ജി ട്രോഫി ചാമ്പ്യന്മാരായിട്ടുള്ള വിദർഭയ്ക്കെതിരെയാണ് ആ മത്സരം. അപ്പോൾ ആദ്യം നമുക്ക് ഇന്ത്യ എ സ്ക്വാഡ് ഫോർ ഫസ്റ്റ് വൺ ഡേ മാച്ച്, ആദ്യ ഏകദിന മത്സരത്തിനുള്ള ഇന്ത്യ എ സ്ക്വാഡ് നോക്കാം. അതിലുള്ളത് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരാണ്. ഒപ്പം പ്രഭ്സിമ്രാൻ സിംഗ്, റിയാൻ പരാഗ്, ആയുഷ് ബദോനി, സൂര്യൻ ഷെഡ്ഗെ, വിപ്രാജ് നിഗം, നിഷാന്ത് സിന്ധു, ഗുർജപ്രീത് സിംഗ്, യുദ്വീർ സിംഗ്, രവി ബിഷ്ണോയി, അഭിഷേക് പോറൽ, പ്രിയാൻ ഷാരിയ, സിമർജിത് സിംഗ്. ഇതാണ് ഇന്ത്യ എയുടെ ആദ്യ ഏകദിനത്തിനുള്ള ടീം. അതേസമയം ഇന്ത്യ സ്ക്വാഡ് ഫോർ സെക്കൻഡ് ആൻഡ് തേർഡ് വൺ ഡേ മാച്ചസ് നമ്മൾ നോക്കുകയാണ്. അതിൽ ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻ, തിലക് വർമ്മ വരുന്നു. തിലക് വർമ്മ അപ്പോഴേക്കും ടീമിനോടൊപ്പം ചേരും. അദ്ദേഹമാണ് വൈസ് ക്യാപ്റ്റൻ. പിന്നെ അഭിഷേക് ശർമ്മയുണ്ട്, അഭിഷേക് ഉണ്ട്. അതോടൊപ്പം പ്രഭ്സിമ്രാൻ സിംഗ്, റിയാൻ പരാഗ്, ആയുഷ് ബദോനി, സൂര്യൻ ഷെഡ്ഗെ, വിപ്രാജ് നിഗം, നിഷാന്ത് സിന്ധു, ഗുർജപ്രീത് സിംഗ്, യുദ്വീർ സിംഗ്, രവി ബിഷ്ണോയി, അഭിഷേക് പോറൽ, ഹർഷിത് റാണ, അർഷ്ദീപ് സിംഗ്. തീർച്ചയായിട്ടും ഇത് ഇന്ത്യയുടെ ഓസ്ട്രേലിയക്കെതിരെയുള്ള ഓസ്ട്രേലിയൻ പര്യടനമുണ്ടല്ലോ, എ ടീമിൻ്റെ അല്ല, സീനിയർ ടീമിൻ്റെ, അതിലേക്കുള്ള സെലക്ഷന് വേണ്ടി കൂടി ഇതിലെ പ്രകടനം പരിഗണിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ആദ്യ മത്സരത്തിന് ഒരു സ്ക്വാഡും പിന്നെ രണ്ടാം മത്സരത്തിന് വരുന്ന 2-3 മത്സരങ്ങൾക്ക് വരുന്ന സ്ക്വാഡിൽ ഉണ്ടാകുന്ന മാറ്റം നോക്കുക. കൃത്യമായിട്ട് ഇപ്പം ഇന്ത്യൻ ടീമിനോടൊപ്പമുള്ള കളിക്കാരെ കൂടി അതിൽ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. അടുത്ത സീനിയർ ടീമിൻ്റെ ടൂറിന് ഇതിൽ നിന്ന് ചില താരങ്ങളെ ഉൾപ്പെടുത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതോടൊപ്പം റെസ്റ്റ് ഓഫ് ഇന്ത്യ സ്ക്വാഡ് നമ്മൾ നോക്കിയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യ സ്ക്വാഡിൽ രജത് പട്ടിദാറാണ്, ഇറാനി കപ്പിനുള്ള സ്ക്വാഡാണ്. രജത് പട്ടിദാറാണ് ക്യാപ്റ്റൻ. അഭിമന്യു ഈശ്വരൻ, ആര്യൻ ജുയാൽ, രുദ്രാജ് ഗെയ്ക്വാദ്, അദ്ദേഹമാണ് വൈസ് ക്യാപ്റ്റൻ. യാഷ് ദുള്ള്, ഷെയ്ഖ് റഷീദ്, ഇഷാൻ കിഷൻ, തനുഷ് കോട്ടിയാൻ, മനവ് സുത്താർ, ഗുർനൂർ ബ്രാർ, ഖലീൽ അഹമ്മദ്, ആകാശ് ദീപ്, അൻഷുൽ കമ്പോജ്, സരാൻഷ് ജെയിൻ. ഇതാണ് ഇപ്പം റെസ്റ്റ് ഓഫ് ഇന്ത്യ സ്ക്വാഡ്. ഏതായാലും ഇതിൽ നിലവിലെ രഞ്ജി ട്രോഫി ചാമ്പ്യന്മാർക്കെതിരെയാണ് കളി എന്ന കാര്യം നോക്കുക. രഞ്ജി ട്രോഫിയിൽ നമ്മൾ ഫൈനലിൽ കേരളമാണ് കളിച്ചെന്ന കാര്യം ഓർക്കണം. ഇറാനി കപ്പിൻ്റെ സ്ക്വാഡിൽ നമുക്കങ്ങനെ മലയാളി താരങ്ങളെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. ശ്രേയസ് അയ്യരുടെ കാര്യം ഇപ്പം ഈ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്. BCCI കൃത്യമായിട്ട് പറയുന്ന ഒരു നോട്ടായിട്ട് പറയുന്നുണ്ട്. മിസ്റ്റർ ശ്രേയസ് അയ്യർ ഹാസ് ഇൻഫോംഡ് BCCI ഓഫ് ഹിസ് ഡിസിഷൻ ടു ടേക്ക് 6 month ബ്രേക്ക് ഫ്രം റെഡ് ബോൾ ക്രിക്കറ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു 6 മാസത്തേക്ക് അദ്ദേഹം റെഡ് ബോൾ ക്രിക്കറ്റ് കളിക്കുന്നില്ല. അദ്ദേഹത്തിന് ബാക്ക് സർജറി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നന്നായിട്ട് റിക്കവർ ആവുക, ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ വിട്ടുനിൽക്കുന്നത് എന്ന കാര്യം കൂടി ഇപ്പോൾ അറിയിക്കുന്നു BCCI. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.